ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ വ്ളോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ നടക്കത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് റമദാൻ മാസമായിട്ട് ഞാൻ റമദാൻ തുടങ്ങുന്നതിന് മുന്നേയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്തായാലും റമദാനിൽ നമ്മുടെ ചാനൽ കുറച്ചുകൂടിയൊക്കെ ഇത് കൊണ്ടുപോകണം, വീഡിയോസ് കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട് എടുത്തിട്ടുള്ളത് റമദാനിലാണ് കേട്ടോ. ക്ഷീണം കാരണവും മടി കാരണവും ഒന്നും നടക്കുന്നില്ല ശരിക്കും. അങ്ങോട്ട് വീഡിയോ ഒക്കെ നമ്മൾ എന്താ ആസ്വദിച്ചങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറേ പോരായ്മകളുണ്ട്. അതുപോലെ നമ്മൾ കൂടെ ചാനലിൽ വരാതിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ചില സമയത്ത് ഈ റമദാനൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളെന്തുവാ അന്നത്തെ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ പിന്നെ രാവിലെ ഒന്നും ചോറ് വെപ്പൊന്നും നടന്നില്ലായിരുന്നു. കാരണം ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നോമ്പും കൂടെ തുടങ്ങിയത് കൊണ്ട് ചോറ് കഴിപ്പൊക്കെ വളരെ കുറവാണ്. അപ്പോഴത്തേക്കും ചോറ് അതിനനുസരിച്ച് കാണുമല്ലോ. അപ്പോൾ തിളപ്പിച്ചൂറ്റിയിട്ടാണ് പിറ്റേന്ന് എടുക്കുന്നത്. എന്നിട്ട് ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയിരിക്കും അരി അടുപ്പിലേക്ക് ഇടുന്നത് കേട്ടോ, ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചോറ് വെക്കാനായിട്ട് പോയത്. അപ്പോൾ അതിന് മുന്നേ കഞ്ഞിയൊക്കെ വെച്ചിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വൈകിട്ട് എന്തെങ്കിലും ചായക്കടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ആദ്യം ചെറുപയർ എടുത്തിട്ട് നമുക്ക് മോദകം ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ. പിന്നെ അതും ആ ഒരു പ്ലാനും മാറ്റി ഞാൻ നമസ്കരിച്ചിട്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. നമസ്കാരമായി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ കുറേ താമസിച്ചിട്ടാണ് എണീറ്റ് വന്നത്. അപ്പോഴത്തേക്കും ചോറൊക്കെ വെന്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കിക്കണം എത്രത്തോളം കിടന്ന് ഉറങ്ങി എണീറ്റിട്ട്. അപ്പോൾ ഒരു ലെക്കില്ലാതെ കേട്ടോ എണീറ്റ് വന്നത്. പിന്നെ ഞാൻ ആ പ്ലാനങ്ങ് മാറ്റി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെയൊക്കെ അവിടെ ഗുണ്ട് എന്നൊക്കെ പറയും, ഇല്ലെങ്കിൽ എന്താ പഴം കേക്ക് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മളെ ബോണ്ട. അപ്പോൾ അതുണ്ടാക്കാമെന്ന്, അത് എളുപ്പത്തിനുണ്ടാക്കാമല്ലോ. അപ്പോൾ ഉമ്മ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പഴം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ അതിനും മെനക്കെടത്തില്ലായിരുന്നു. ഉള്ളത് എന്താണോ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഗുണ്ടുണ്ടാക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് മൈദമാവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ശർക്കര, മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഞാനിവിടെ കുറച്ച് ശർക്കര, അധികം കളറില്ല കേട്ടോ, വെള്ള ശർക്കര ഉണ്ടല്ലോ അതാണ്. അതുകൊണ്ട് അധികം കളറൊന്നുമില്ലായിരുന്നു. ഗുണ്ടാകുമ്പോൾ അങ്ങനെ നല്ല ഒരു കളറ് വരണമല്ലോ. അപ്പോൾ ആ ഒരു കളറില്ലായിരുന്നു. വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. ഞാൻ അപ്പോൾ ഇവിടെ ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഴമായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ പഴമാണ് കേട്ടോ എടുത്തത്. പാളയംതോടനോ അല്ലെങ്കിൽ മറ്റേ റോബസ്റ്റ പഴമോ ഏതായാലും കുഴപ്പമില്ല. ചെറിയ പഴം ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല പഴുത്ത പഴമായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ പഴവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കപ്പലണ്ടിയോ ഒക്കെ അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ ഒക്കെ വറുത്ത് ചേർക്കാം. ഞാനാണെങ്കിൽ അതൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, കുറച്ച് തേങ്ങ അങ്ങനെ ചെറിയ നുറുക്കി കൊത്തായിട്ട് എടുത്തിട്ട് അതൊന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മാവ് ഇങ്ങനെ അധികം ലൂസായി പോവാത്ത വിധത്തിൽ ഇങ്ങനെ നമുക്കിങ്ങനെ എടുത്തിട്ട് കൊടുക്കാൻ പാകത്തിനായിരിക്കണം കേട്ടോ. പക്ഷേ ഈ മൈദ മാവ് ഭയങ്കര ഒട്ടിപ്പിടുകയല്ലേ, അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ ചീറ്റി പോയി. ഉമ്മച്ചി എൻ്റെ പറഞ്ഞ് കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ ഇട്ടിട്ട് ബോൾ പോലെ ഇങ്ങനെ ആക്കി ഇട്ടാൽ മതി, അപ്പോഴത്തേക്കും ഒരു ഷേപ്പൊക്കെ ആയി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സ്പൂൺ കൊണ്ടിട്ടാണ് കേട്ടോ 2-3 എണ്ണമൊക്കെ ചുട്ടെടുത്ത് ഇങ്ങനെ കോരിയിട്ട് കൊടുത്തു. അപ്പം എൻ്റെ ഷേപ്പൊന്നും വന്നില്ല. ഗുണ്ടിൻ്റെ ഒരു ഷേപ്പും ഇല്ലായിരുന്നു, ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് 2-3 എണ്ണമൊക്കെ കൈ കൊണ്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല. കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കാരണം അങ്ങ് ദേഷ്യം വരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ കൊണ്ടിട്ടാണ് കുറേയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കി കോരുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നോമ്പുറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. രാത്രിയാണ് കേട്ടോ. ഒന്ന് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ച ഒരു വീഡിയോ മാത്രമേ പിന്നെ ഞാൻ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഗുണ്ടൊക്കെ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 8 എണ്ണത്തിന് വേണ്ടിയിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. കാരണം നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും കഴിക്കത്തൊന്നുമില്ല ഇത് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ. ചായയോ കുറേ വെള്ളമായിരിക്കും കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കുന്നത്. പിന്നെ എന്തെങ്കിലും നമസ്കാരമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഓതാനും പറക്കാനൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കിടത്തിയായിരിക്കും. പിന്നെ ഉമ്മച്ചി എപ്പോഴെങ്കിലും വന്ന് വിളിക്കുമ്പോഴായിരിക്കും എണീറ്റിട്ട് ചോറ് കഴിക്കുന്നത് കേട്ടോ.
എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. നോമ്പ് തുറക്കുന്നതിന് മുന്നേ നമ്മൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വിചാരിക്കും നമുക്കിതെല്ലാം കഴിച്ച് തീർക്കണം, അല്ലെങ്കിൽ ഇന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളിങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം എടുത്ത് വെച്ച് ഇത് കഴിക്കണമെന്നൊക്കെ. പക്ഷേ നമ്മളൊന്നും കഴിക്കത്തില്ല. നമ്മൾ ആദ്യം കുടിക്കുന്നത് മാത്രമായിരിക്കും നമ്മുടെ വയറ് നിറയുന്നത്. പിന്നെ നമ്മൾ കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു സാധനത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കത്തില്ലല്ലേ. നമുക്കങ്ങ് ഭക്ഷണം പിന്നെ വേണ്ട, നമ്മൾ നോമ്പ് തുറന്നിട്ട് എന്തെങ്കിലും കഴിക്കാം, അതിന് മുന്നേയൊക്കെ വിചാരിക്കും ഇപ്പം തന്നെ ഇതെല്ലാം അങ്ങ് കഴിച്ച് തീർക്കണമെന്ന്. പക്ഷെ ഒന്നും നടക്കത്തില്ല, എല്ലാം പാളിപ്പോവും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഗുണ്ടിൻ്റെ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മച്ചിയും കൂടെ കയറി വന്നിട്ട് ഉമ്മച്ചിയാണ് പിന്നെ ബാക്കി അപ്പമൊക്കെ ചുട്ടെടുത്തത്. അപ്പോഴത്തേക്കും അതിന് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും സവോളയും തക്കാളിയും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി അതിന് ഞാൻ ചിക്കൻ കറി ഉണ്ടല്ലോ, ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് വെക്കാനായിട്ട് പോവാണ്. തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് തേങ്ങയുടെ കൊത്തങ്ങോട്ട് മാറ്റിയിട്ട് പാൽ മാത്രം അങ്ങോട്ട് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഇതിൽ ക്യാരറ്റൊക്കെ ചേർക്കാൻ ഞാൻ പക്ഷേ ക്യാരറ്റൊന്നും ചേർത്തില്ല. നമ്മുടെ കുക്കർ അത്രയ്ക്ക് അങ്ങോട്ട് നല്ല ഒരു ഉപകാരിയൊന്നും അല്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവത്തില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് പോലും ഇട്ടിട്ട് വേവത്തില്ല കേട്ടോ. ഒരു 4-5-6 വിസിൽ കേട്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ ക്യാരറ്റ് ഇട്ടിട്ട് പറയണ്ടല്ലോ കാര്യം എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ അത് ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറുതായിട്ട് സ്പൂണൊക്കെ കൊണ്ടിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചിട്ടിട്ടുണ്ട് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത്. കുറച്ചല്ല, അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചായ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അനിയത്തി. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് അരിച്ച് മധുരമില്ലാത്ത ചായ വാപ്പാക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ജ്യൂസാട്ടോ ഇത് ഞാൻ ഇനി ഒരു ദിവസം കാണിക്കാം കേട്ടോ. ക്യാരറ്റ് നമ്മളൊന്ന് വേവിച്ചതിന് ശേഷം ജ്യൂസ് അടിച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം ലൂസാക്കി എടുക്കുന്നവർക്ക് ലൂസാക്കി എടുക്കാം. ഞാൻ കുറച്ച് ലൂസാക്കിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ജ്യൂസും ചായയും അപ്പവും നമ്മളുണ്ടാക്കിയ ബോണ്ടയും പിന്നെ കുറച്ച് തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈത്തപ്പഴവും ഒക്കെ ആയിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നലത്തെ നോമ്പിൻ്റെ വിശേഷം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.